നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇവനെയൊക്കെ പോലെ കുറെ എണ്ണമുണ്ട്. വണ്ടി കയ്യിൽ കിട്ടിയാൽ അഭ്യാസം കാണിച്ച് ബാക്കിയുള്ളവരെയും കൊലയ്ക്ക് കൊടുക്കുന്നവന്മാർ. ഇവന്മാരെ വിശ്വസിച്ചല്ലേ നമ്മൾ കുടുംബത്തോടെ യാത്ര പോകാൻ വേണ്ടി വണ്ടി വിളിക്കുന്നത്. വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് പിന്നാലെ ഉയരുന്ന ചില ശാപവാക്കുകൾ, സോഷ്യൽ മീഡിയയിൽ അതിരു വിട്ടുപോകുന്ന കുറ്റപ്പെടുത്തലുകൾ. ഇമാതിരി ഡ്രൈവർമാരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്നാണ് സോഷ്യൽ മീഡിയ ജഡ്ജിമാർ വിധി എഴുതിയിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇത്. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വാഹനം ഓടിച്ചിരുന്ന നൌഷാദ് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹം സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. അതുവരെ ഈ ശാപവാക്കുകൾ ദയവായി ഒഴിവാക്കുക. എത്രയോ അപകടങ്ങൾ നമുക്ക് മുന്നിൽ നടന്നിട്ടുണ്ട്. അതിൽ രക്ഷപ്പെടുന്ന ഡ്രൈവർമാരുടെ പിന്നീടുള്ള ജീവിതം ആരും അന്വേഷിക്കാറില്ല. ഒരു മാധ്യമങ്ങളും അതിന് പിന്നാലെ പോകാറുമില്ല. പിന്നീട് അവർ നേരിടുന്ന ഒരു ട്രോമയുണ്ട്. ഉറങ്ങാനാകാതെ, സമാധാനത്തോടെ ഒരു നിമിഷം കഴിയാനാകാതെ ജീവശപം പോലെ കുറേ മനുഷ്യർ. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ശ്വാസം നിലയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു കുഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി ഓടി ഒരു ബസിൻ്റെ മുന്നിലേക്ക് ചാടുന്നത്. ആ ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അന്ന് ഡ്രൈവർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് പിന്നീട് ബസ്സിൽ കയറാൻ പേടിയായിരുന്നു, വളയം പിടിക്കുമ്പോൾ കയ്യും കാലും വിറയ്ക്കുന്നുവെന്ന്. അയാൾ കടന്നുപോയത് ആ ഒരു ട്രോമയിലൂടെയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, അറിയാതെ പറ്റിപ്പോകുന്ന പിഴവിന് കുറേ മനുഷ്യർ മരണപ്പെട്ടു പോയാൽ പിന്നീട് ഡ്രൈവർമാർ അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ. സോഷ്യൽ മീഡിയയിലെ ഈ കീറിമുറിക്കലുകൾ അവസാനിപ്പിക്കുക. അപകടത്തിൽപ്പെട്ട ബാക്കിയുള്ളവർ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്. ഗുരുതര പിഴവ് ഡ്രൈവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നിസ്സാരമല്ല. ഇനി ഒരു ഡ്രൈവർമാർക്ക് പോലും ഇത്തരം ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ല. നമ്മളും ചില മുൻകരുതലുകൾ ഇതിൽ സ്വീകരിക്കണം. ട്രാവലർ ഡ്രൈവർ ഫാഹിസിന് പകരം യാത്രാ സംഘത്തിൽ ഉൾപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് ഈ കണ്ടെത്തൽ. ഇതിലെന്താണ് ഇത്ര പിഴവ്? സ്കൂൾ ബസ് ഡ്രൈവർക്ക് ട്രാവലർ ഓടിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ ഒന്ന് ഓർക്കുക, സ്ഥിരം യാത്രകൾ പോയി റോഡുകളും ചുരങ്ങളും ഒക്കെ പരിചയമുള്ളവരാണ് ട്രാവലർ ഡ്രൈവർമാർ. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ അത്ര എക്സ്പേർട്ടായ ഡ്രൈവർമാരെയും നല്ല കണ്ടീഷനായ വണ്ടിയും വിളിക്കുക. യാത്ര പോകുന്നവർ ഒരിക്കലും ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എങ്ങനെയെങ്കിലും കുറച്ചാളെ കൂട്ടി യാത്ര പോകുക എന്നൊരു ചിന്ത മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒക്കെ വെക്കേഷൻ ആഘോഷമാക്കാൻ പോകുന്നവർ ഒരുപാടുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുക. ദയവായി നിങ്ങളുടെ സുരക്ഷയ്ക്ക് ആദ്യം മുൻകരുതൽ കൊടുക്കുക. അധികം ആൾക്കാരും ഹൈറേഞ്ചാണ് ഈ വെക്കേഷൻ സമയത്തൊക്കെ തിരഞ്ഞെടുക്കുക. ചുരങ്ങൾ കയറുക അത്ര എളുപ്പമൊന്നുമല്ല. മനസ്സൊന്ന് പാളിപ്പോയാൽ മുന്നിൽ വലിയ അപകടം പതിയിരിക്കുന്നു. വണ്ടി ഓടിച്ച് തഴക്കവും പഴക്കവും വന്നവർക്ക് പോലും ചുരം കയറുമ്പോൾ ചില സമയം കൈവിറയ്ക്കും. കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കുക. ഈസി എന്ന് നമ്മൾ കരുതും, പക്ഷേ അത്ര ഈസി ഒന്നുമല്ല. KSRTC ബസ്സുകളും ചരക്ക് ലോറികളും ചുരം എന്തോ അവരുടെ അങ്കത്തട്ട് പോലെയാണ്. ഒരു മയവും കാണിക്കാതെയാണ് ഓടിച്ചു കയറുന്നതും ഇറങ്ങുന്നതും. എത്ര അഭ്യാസിയാണെങ്കിലും മറ്റു വാഹനങ്ങൾ ഈ സമയം ഒന്ന് വിറയ്ക്കും, KSRTCയും ചരക്ക് ലോറിയും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ പരിചയമില്ലാത്ത ഒരാൾ ആ റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ഊഹിച്ചു നോക്കാമല്ലോ. ഇതൊക്കെ വലിയ അപകടങ്ങളാണ് വരുത്തി വെക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഈ ട്രാവലറിലൊക്കെ യാത്ര പോകുമ്പോൾ, കുടുംബത്തോടൊപ്പം ഒക്കെ പോകുമ്പോൾ വലിയൊരു ആഘോഷമാണ് ആ വാഹനത്തിനുള്ളിൽ നടക്കുന്നത്. അത് ഒത്തുകൂടുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്ന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണ്. വെക്കേഷൻ സമയം യാത്രകൾ പോകുന്നവർ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡ്രൈവറോടൊപ്പം തന്നെ മറ്റൊരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഉറക്കമൊക്കെ, ക്ഷീണവും ഉറക്കവും ഒക്കെ എല്ലാ മനുഷ്യർക്കും വരുമല്ലോ. ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവറോടൊപ്പം തന്നെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് വാഹനം 9ാം വളവിൽ വന്ന് പതിക്കുന്നു. സ്പോട്ടിൽ മരണമടഞ്ഞവർ, ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ബോധം മറഞ്ഞവർ, പാതി ജീവനിൽ പിടഞ്ഞവർ, രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടി ഒരു കൂട്ടം മനുഷ്യർ. നിലവിളി, ബഹളം, കണ്ടു നിൽക്കാനാകാത്ത സങ്കട കാഴ്ചയായിരുന്നു വാൽപ്പാറ സാക്ഷ്യം വഹിച്ചത്.
അപകടത്തിൽപ്പെട്ട വാഹനം താഴേക്ക് പതിക്കുന്നതിനിടയിൽ പാറക്കെട്ടിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ മുന്നിൽ നിന്ന് തെറിച്ചു വീണവരാണ് രക്ഷപ്പെട്ടത് എന്നും ചില വിവരങ്ങളുണ്ട്. അപകട കാരണം കണ്ടെത്തണമെങ്കിൽ നൌഷാദിന്റെ മൊഴി രേഖപ്പെടുത്തണം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നൌഷാദ് ഇപ്പോഴും ചികിത്സയിലാണ്. വിനോദയാത്രയുടെ ആനന്ദം കണ്ണീർ കടലായി മാറിയ കാഴ്ചയ്ക്കാണ് വാൽപ്പാറ ചുരം സാക്ഷ്യം വഹിച്ചത്. പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ട്രാവലർ 13-ാം ഹെയർപിൻ വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞപ്പോൾ പൊലിഞ്ഞത് 9 വിലപ്പെട്ട ജീവനുകളാണ്. ചിരിച്ചും ആടിപ്പാടിയും മടങ്ങിയ ആ സംഘത്തിന്റെ സ്വപ്നങ്ങൾ 9-ാം വളവിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ തകർന്നു വീണു. ദുരന്തത്തിൽ പരിക്കേറ്റ് ഇനി 4 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഇരുവരും തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ നിരീക്ഷണത്തിലാണ്. 7 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം 9 പേരുടെ വിയോഗം പാങ്ങ് ഗ്രാമത്തിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായെങ്കിലും ഉറ്റവരുടെ മനസ്സിലെ മുറിവ് ഉണങ്ങാത്ത വേദനയായി ബാക്കി നിൽക്കുകയാണ്. പരിക്കേറ്റവർ ജീവിതത്തിലേക്ക് വേഗം മടങ്ങി വരാനുള്ള പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ, ഒപ്പം നമ്മളും. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ആശങ്കാജനകമാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ നിലയാണ് ഗുരുതരം. ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള സഹദിൻ മുഹമ്മദിനെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെയും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് യാത്രകൾ പോകുമ്പോൾ. യാത്രകൾ നമുക്ക് സന്തോഷം തരുന്നതാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ കൂടെ ഉള്ളപ്പോൾ പോകുന്നത് അതൊരു വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വലിയ അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഡ്രൈവർമാർക്ക് എന്നും വെല്ലുവിളിയാണ് മലനിരകളിലെ ചുരങ്ങൾ. വയനാടിൻ ചുരമായാലും ഇടുക്കിയിലെ ഹൈറേഞ്ച് പാതകളായാലും പശ്ചിമഘട്ടത്തിൻ്റെ മലമടക്കുകളിലൂടെയുള്ള യാത്ര സാഹസികത നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ടണ്ണുകളോളം ഭാരമുള്ള ചരക്കുകൾ കയറ്റി വലിയ ലോറികളും ട്രക്കുകളും ഈ കൊടും വളവുകൾ താണ്ടുമ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധ 1 ഇഞ്ച് പാളിയാൽ പോലും അത് വലിയ ദുരന്തത്തിലാണ് കലാശിക്കുക. ശാരീരികമായ അധ്വാനത്തെക്കാൾ മാനസികമായ ഏകാഗ്രതയാണ് ഇത്തരം പാതകളിൽ അത്യാവശ്യം. പലപ്പോഴും പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും കുത്തനെയുള്ള കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ഗിയർ മാറ്റുന്ന കാര്യത്തിൽ പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. ചുരങ്ങളിലെ സുരക്ഷിത യാത്രയ്ക്കായി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കും നമുക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, എന്നെ വെല്ലാൻ വേറെ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു സ്വയം അഹങ്കാരം ഉണ്ടാകും. പക്ഷേ അതൊന്നും അത്ര നല്ലതല്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ, അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വാഹനം ഓടിക്കാനല്ല അത് കൈകാര്യം ചെയ്യാനാണ് അറിയേണ്ടതെന്ന്. അതായത് ഏതൊരു അപകടം മുന്നിൽ വന്നാലും മനസാന്നിധ്യത്തോടെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയണം. മന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വാഹനം ഓടിക്കാനല്ല പഠിക്കേണ്ടത്, അത് കൈകാര്യം ചെയ്യാനാണ്. കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഒരവസ്ഥയിലും നമുക്ക് ആ വാഹനത്തെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ കഴിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും വാഹനം ഓടിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ചില വിദഗ്ധരുടെ ചില വിശദീകരണങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വിശദമാക്കാം. എന്നേക്കാൾ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരൊക്കെയാണ്. പറയുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എങ്കിലും ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അതിനു വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പല കാര്യങ്ങളും നമ്മൾ പറയുന്നത്. വിദഗ്ധരുടെ ചില നിർദ്ദേശങ്ങളാണ്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചുരങ്ങളിലെ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറുന്നത് എഞ്ചിന് വലിയ ആയാസം നൽകുന്ന ഒരു ജോലിയാണ്. ഭാരമേറിയ വാഹനങ്ങൾ കയറ്റം കയറുമ്പോൾ ശരിയായ ഗിയർ തിരഞ്ഞെടുത്തില്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ആകാനോ വാഹനം പിന്നിലേക്ക് തെന്നി മാറാനോ സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പേടിച്ചു പോകും. പ്രത്യേകിച്ച് ഞാനൊക്കെ ആദ്യമായി ബൈക്ക് ഓടിക്കുന്ന ഒരു സമയത്ത് ഈ കയറ്റം കയറിയപ്പോൾ വണ്ടി നിന്നുപോയി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വെപ്രാളമായിരുന്നു. പുറകിൽ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും ക്ഷമയില്ലാത്ത മനുഷ്യരാണ്, ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വലിയ വെപ്രാളം വരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ശാന്തരാകുക എന്നുള്ളതാണ്. വെപ്രാളം കാണിക്കുന്നവർ അവിടെ നിന്ന് കാണിച്ചോട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ മതി. കാരണം നമ്മൾ വെപ്രാളം കാണിക്കുമ്പോൾ കൂടുതൽ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, മനസാന്നിധ്യം ഉറപ്പാക്കുക.
ലോ ഗിയറുകളുടെ ഒരു പ്രസക്തി. കുത്തനെയുള്ള കയറ്റങ്ങളിൽ വണ്ടിക്ക് കൂടുതൽ കരുത്ത് ആവശ്യമാണ്. അതിനാൽ 1 അല്ലെങ്കിൽ 2 എന്നീ ലോ ഗിയറുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. കയറ്റം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗിയർ മാറ്റുന്നതാണ് ഉചിതം. പ്രത്യേകിച്ച് ഈ ബിഗിനർ ഡ്രൈവർമാരൊക്കെ ഉണ്ടല്ലോ, ഈ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ആണെങ്കിലും അവരൊന്നും ഇത് ശ്രദ്ധിക്കില്ല. എത്രയും പെട്ടെന്ന് അങ്ങ് ചീറിപ്പാഞ്ഞ് കയറി പോകുക എന്നൊക്കെ ഉള്ളതാണ്. ഇവരൊക്കെ 1ഉം 2ഉം ഗിയറുകളിലൊന്നുമല്ല, 3ഉം 4ഉം ഗിയറുകളിലൊക്കെ കയറി പോകുന്നവരാണ്. അവരൊക്കെ ശ്രദ്ധിക്കുക. മൊമെൻറ്റം നിലനിർത്തുക. കയറ്റം തുടങ്ങുന്നതിന് മുൻപ് ആവശ്യത്തിന് വേഗത കൈവരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ വളവുകളിൽ വേഗത കുറയ്ക്കുകയും വേണം. വളവുകൾക്കിടയിൽ വെച്ച് ഗിയർ മാറ്റുന്നത് ഒഴിവാക്കണം. കാരണം ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു നിമിഷം വണ്ടിക്ക് എഞ്ചിനിൽ നിന്നുള്ള കരുത്ത് നഷ്ടപ്പെടുകയും വണ്ടി നിൽക്കാൻ കാരണമാകുകയും ചെയ്യും. ചില മനുഷ്യരൊക്കെ ഈ വളവുകളൊക്കെ വരുമ്പോൾ ഒരു ശ്രദ്ധയുമില്ല, ക്ലച്ചൊന്നും മാറ്റാനേ ഇവർ തയ്യാറാകില്ല. വരുന്നത് ഏത് സ്പീഡിലാണോ ആ സ്പീഡിൽ കയറി പോകാനുള്ള ഒരു വ്യഗ്രതയാണ്. ഈ സമയത്തെതിരെ മറ്റു വണ്ടികൾ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ്. എൻജിൻ പവർ തിരിച്ചറിയുക. എൻജിൻ്റെ ശബ്ദത്തിൽ നിന്നും വണ്ടി വലിക്കാൻ പ്രയാസപ്പെടുകയാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ലോ ഗിയറിലേക്ക് മാറണം. RPM ഒരു പരിധിയിൽ താഴെ പോകുന്നതിന് മുൻപ് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് വാഹനം സുഗമമായി കയറാൻ സഹായിക്കും. ഇറക്കങ്ങളിലെ അപകടം ഇത് വലിയ ഒരു പ്രതിസന്ധിയാണ്. പല ഡ്രൈവർമാരും വലിയ അപകടത്തിൽപ്പെടുന്നത് ഇറക്കങ്ങളിലാണ്. കയറ്റം കയറുന്നതിനേക്കാൾ അപകടകരമാണ് ഭാരമേറിയ വണ്ടി ഇറക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ചരക്ക് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പ്രതിസന്ധി വളരെ കൂടുതലാണ്. ഇവിടെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വരുന്നത്. ഏത് ഗിയറിൽ കയറിയോ ആ ഗിയറിൽ തന്നെ ഇറങ്ങുക. മലയോര ഡ്രൈവിംഗിലെ സുവർണ നിയമമാണിത്. കുത്തനെയുള്ള ഒരു കയറ്റം 1ാം ഗിയറിലാണ് നിങ്ങളുടെ വണ്ടി കയറിയതെങ്കിൽ ഇറക്കത്തിലും 1ാം ഗിയർ തന്നെ ഉപയോഗിക്കുക. ഇത് വണ്ടിയുടെ വേഗത നിയന്ത്രിക്കാൻ എഞ്ചിനെ സഹായിക്കും. ബ്രേക്കിങ്ങിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കുക. ഇറക്കങ്ങളിൽ നിരന്തരം ബ്രേക്ക് ഉപയോഗിക്കുന്നത് ബ്രേക്ക് പാഡുകൾ ചൂടാകാനും പിന്നീട് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്കും ഇത് വഴിവെക്കും. ഭാരം കൂടിയ വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ ഗിയർ ഉപയോഗിച്ച് വേഗത നിയന്ത്രിക്കുന്നതിലൂടെ ബ്രേക്കിങ്ങിൻ്റെ ജോലിഭാരം കുറയ്ക്കാം. ഒരിക്കലും ന്യൂട്രലിൽ ഇറങ്ങരുത്. ഇന്ധനം ലാഭിക്കാനായി ഇറക്കങ്ങളിൽ വണ്ടി ന്യൂട്രൽ ആക്കുന്നത് ആത്മഹത്യാപരമാണ്. ന്യൂട്രൽ ഇടുന്നത് വണ്ടിക്ക് എഞ്ചിനുമായി ബന്ധം നഷ്ടപ്പെടുകയും ഗുരുത്വാകർഷണം മൂലം വണ്ടിയുടെ വേഗത ക്രമാതീതമായി കൂടുകയും ചെയ്യും. ഈ സമയത്ത് ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് വണ്ടി നിർത്തുക അസാധ്യമാണ്. ഞാൻ പലരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ന്യൂട്രലിൽ വണ്ടി ഇറങ്ങുന്നത്. അത്രയും പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ വലിയൊരു അപകടമാണ് വരുത്തി വെക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഫുൾ ലോഡുമായി പോകുന്നവരുടെ മുൻകരുതൽ. ലോറി, ട്രക്ക് ഡ്രൈവർമാരെ സംബന്ധിച്ച് ഫുൾ ലോഡ് എന്നത് വണ്ടിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഘടകമാണ്. ഹെയർപിൻ വളവുകളിൽ തിരിയുമ്പോൾ വണ്ടിയുടെ കേന്ദ്രം മാറാൻ സാധ്യതയുണ്ട്. ചുരങ്ങളിൽ വളവ് തിരിയുന്നതിന് മുൻപ് എതിരെ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. വലിയ വാഹനങ്ങൾക്ക് വളവുകളിൽ കൂടുതൽ സ്ഥലം ആവശ്യമായതിനാൽ റോഡിൻ്റെ പുറം ഭാഗം ചേർന്ന് തിരിക്കേണ്ടി വരും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏകോപനം അത്യാവശ്യമാണ്. മണിക്കൂറുകളോളം വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ചുരങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. സ്റ്റിയറിംഗിലെ ഓരോ ചലനവും കൃത്യമായിരിക്കണം. കാലുകൾ ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലേറ്ററിലും നൃത്തം ചെയ്യുന്നത് പോലെ കൃത്യതയോടെ പ്രവർത്തിപ്പിക്കണം. ഹാൻഡ് ബ്രേക്ക് ഉപയോഗം. കയറ്റത്തിൽ വണ്ടി നിർത്തേണ്ടി വന്നാൽ സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് വണ്ടി പിന്നിലേക്ക് ഉരുണ്ടു പോകുന്നത് തടയാൻ സഹായിക്കും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ വണ്ടി ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് പതറിപ്പോകും. അത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ്. സാങ്കേതിക ജാഗ്രതയും മര്യാദയും. ചുരങ്ങളിലെ ഡ്രൈവിംഗ് കേവലം വേഗതയല്ല, മറിച്ച് ഒരു ക്ഷമയാണ്. പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിലും എതിരെ വരുന്ന വലിയ വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലും ഒരു മാന്യത പാലിക്കണം. രാത്രികാലങ്ങളിൽ ഡിം ആൻഡ് ബ്രൈറ്റ് ലൈറ്റുകൾ കൃത്യമായി ഉപയോഗിക്കുന്നത് വളവുകളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും. ചുരുക്കത്തിൽ വണ്ടി ഓടിക്കുന്നതിലെ സാങ്കേതികത അറിവിനൊപ്പം മനസാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചുരങ്ങളിലെ യാത്ര സുരക്ഷിതമാകൂ. ഗിയറുകൾ വെറും വേഗതയ്ക്കുള്ളതല്ലെന്നും അത് വണ്ടിയുടെ നിയന്ത്രണത്തിലാണെന്നും തിരിച്ചറിയുന്നിടത്താണ് ഒരു ഡ്രൈവർ വിജയിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ കരുത്തും ബ്രേക്കിംഗ് സിസ്റ്റവും കൃത്യമായി അറിഞ്ഞു പെരുമാറുന്ന ഡ്രൈവർക്ക് ഏത് കൊടും ചുരവും ഒരു സുരക്ഷിത പാത മാത്രമാണ്. റോഡ് ഒരു അഭ്യാസം കാണിക്കാനുള്ള ഇടമല്ല. നമ്മൾ മാത്രമല്ലല്ലോ ആ റോഡിലൂടെ പോകുന്നത്, എത്രയോ മനുഷ്യരാണ്.
അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷ നമ്മളുടെ സുരക്ഷയോടൊപ്പം തന്നെ പ്രധാനമാണെന്ന് നമ്മൾ കരുതുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ക്ഷീണം ഉള്ളതുപോലെ, നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് പോലെ വണ്ടിക്കും ഇത്തരത്തിലുള്ള ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനും ഒരു കൂൾ സമയം കൊടുക്കുക. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കാതെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. പ്രത്യേകിച്ച് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക്, അതിപ്പോൾ നിങ്ങളൊരു യാത്ര പോകുമ്പോൾ ഒരു ഡ്രൈവറെ കൊണ്ടുപോകുകയാണെങ്കിലും മറ്റൊരു വാഹനം എടുത്ത് മറ്റൊരു ഡ്രൈവറുമായിട്ട് നിങ്ങൾ പോകുകയാണെങ്കിലും ഇടയ്ക്ക് അയാളോടൊന്ന് ചോദിക്കുക, നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണോ, നിങ്ങൾക്കൊരു ബ്രേക്ക് ആവശ്യമാണോ, വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം എന്ന് പറഞ്ഞ് അയാൾക്ക് കുറച്ചു നേരം ഒരു വിശ്രമം കൊടുക്കുക. ഇത് നമ്മുടെ ഒരു സുരക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കാരണം ഒരു ബ്രേക്ക് ആവശ്യമാണ്. നിരന്തരം വണ്ടി ഓടിക്കുന്നത് ആർക്കാണെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഡ്രൈവറെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ ചില അശ്രദ്ധകൾ കൊണ്ടും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. ഈ യാത്രയ്ക്ക് പോകുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പെട്ടെന്ന് അടുത്ത സ്ഥലത്ത് എത്തണമെന്നുള്ളൊരു വ്യഗ്രതയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈവർക്ക് ഒരു ബ്രേക്ക് ആവശ്യമാണെങ്കിൽ ആ ഒരു ബ്രേക്ക് കൊടുക്കുക. സുരക്ഷിതമായി യാത്രകൾ പോകുക. ഇനിയിപ്പോൾ ഒരു ആഘോഷം, അതായത് വെക്കേഷൻ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ തലങ്ങും വിലങ്ങും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകളായിരിക്കും. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഇനിയൊരു വാൽപ്പാറ ആവർത്തിക്കാതിരിക്കുക. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയുന്നത്, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം എടുക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.